ഇപ്പോൾ കാര്യവട്ടം ക്യാമ്പസിൽ KSU പ്രവർത്തകരെ മർദ്ദിച്ചുവെന്ന് കോൺഗ്രസ് വാദം പൊളിയുകയാണ്. ഹോസ്റ്റലിൽ അതിക്രമിച്ച് കയറി അക്രമം കാട്ടിയ KSU ജില്ലാ ജോയിന്റ് സെക്രട്ടറി സഞ്ജോസിനെ പോലീസ് കൊണ്ടുപോകുമ്പോൾ പരിക്കുകളില്ലാതെ ആണെന്ന് വ്യക്തമാകുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. കോൺഗ്രസ് പ്രവർത്തകരുടെ കൂടെ നിൽക്കുമ്പോഴും സഞ്ജോസിന് യാതൊരു പരിക്കുകളും ഉണ്ടായിരുന്നില്ല, ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. അതേസമയം ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ട് VCക്ക് ഇന്ന് കൈമാറുന്നു. ഇതാണ് കാര്യവട്ടം ക്യാമ്പസിലെ KSU ആക്രമണ ദിവസം ഹോസ്റ്റലിൽ അതിക്രമിച്ചു കയറി അക്രമം കാട്ടിയ KSU ജില്ലാ ജോയിന്റ് സെക്രട്ടറി സാൻജോസിന്റെ പൂർണ്ണരൂപം. സംഭവം നടന്ന രാത്രി കോൺഗ്രസ് പ്രവർത്തകരുടെ കൂടെ നിൽക്കുമ്പോഴും പോലീസ് കൊണ്ടുപോകുമ്പോഴും സാൻജോസിന് പരിക്കുകൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ മെഡിക്കൽ പരിശോധനയ്ക്ക് പോയി മാധ്യമങ്ങളെ കണ്ടപ്പോൾ സാൻജോസ് അവശനായി. പിന്നാലെയാണ് KSU അതിക്രമത്തെ ന്യായീകരിച്ച കോൺഗ്രസ് നേതാക്കളും എത്തിയത്. സാൻജോയെ ഇടിമുറിയിലിരുത്തി 1 മണിക്കൂറോളം ക്രൂരമായി മർദ്ദിച്ചുവെന്നും ആരോപിച്ചു. നിയമസഭയെ പോലും തെറ്റിദ്ധരിപ്പിച്ചായിരുന്നു വിൻസെന്റ് MLA നടത്തിയ പ്രതികരണം. അഭിമന്യു എന്ന SFI-കാരൻ സാൻജോസിന്റെ കഴുത്ത് ഞെരിച്ചു. ശ്വാസം കിട്ടാതെ കൈയും കാലും പിടച്ചപ്പോൾ സാൻജോസിന്റെ തല ഗ്രില്ലിൽ ഇടിക്കുകയാണ് സാർ. അവിടെ വെച്ച് മർദ്ദിച്ചു. അല്പം കഴിഞ്ഞപ്പോൾ സാൻജോസിന്റെ സുഹൃത്തിനെയും കൂടി അല്പം കഴിഞ്ഞപ്പോൾ സാൻജോസിന്റെ സുഹൃത്തുക്കളെ കൂടി അവിടെ കൊണ്ടുവരികയാണ് സാർ. അവിടെ കൊണ്ടുവന്നിട്ട് SFI-യുടെ ഇടി റൂമിലേക്കാണ് കൊണ്ടുപോകുന്നത് സാർ, ഇടി മുറിയിലേക്കാണ് കൊണ്ടുപോകുന്നത്. സംഭവ ദിവസം പുറത്തുനിന്നെത്തിയ കോൺഗ്രസ് നേതാക്കളുടെ ഭീഷണി ദൃശ്യങ്ങൾ SFI തന്നെ നേരത്തെ പുറത്തുവിട്ടിരുന്നു. എന്നാൽ ചില മാധ്യമങ്ങൾ അത് മറച്ചുവെച്ചായിരുന്നു വാർത്ത നൽകിയത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.